ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. അപ്പോൾ പുള്ളിക്ക് ക്യൂബേസ് പഠിക്കാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓഫ്ലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുള്ളിയുടെ വീട്ടിലോട്ട് പോയിട്ട് ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് ഐറ്റംസൊക്കെ പുള്ളി ഓൺലൈനിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഡൗട്ടുകൾ ഓരോന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഇങ്ങനെ എന്ത് സാധനം മേടിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് സംഭവം എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. പല ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. പോയിട്ട് വരാം. നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇതാണ് ഹാജ സാറ്. ആൽഫ ട്യൂഷൻ അക്കാഡമി പിന്നെ പബ്ലിക് സ്കൂളൊക്കെ നടത്തുന്ന ആളാണ്. 1000 പേരോളം പഠിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം. MA കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം എനിക്കൊരവസരം കിട്ടിയേക്കണം. ഇത്രയും വലിയൊരു ടീച്ചറിനെ പഠിപ്പിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. പഠിപ്പിക്കുക മാത്രമല്ല, നമ്മൾ ചെറിയ രീതിയിൽ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുന്നതാണ്. ഇതൊരു ബെഡ്റൂമിലുള്ളൊരു കോർണറിലൊരു സ്റ്റുഡിയോ ആണ്. അതായത് പുള്ളിയുടെ പേഴ്സണൽ പർപ്പസിനും പാട്ട് പാടാനും ട്രാക്ക് ഇട്ട് പാടാനൊക്കെയാണ്. നല്ല പാട്ടുകാരനാണ്. കുറേ കാലം ഗാനമേളകളിലൊക്കെ സജീവമായിരുന്നു. ഇപ്പോൾ പ്രൊഫഷണലായിട്ടൊക്കെ ഭയങ്കര ടൈറ്റായിട്ട് ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഹാജ സാറ്. പരിചയപ്പെട്ടോളൂ. അപ്പോൾ എൻ്റെ പേര് ഹാജ എന്നാണ്. പണ്ട് ഒരുപാട് വർഷങ്ങളിൽ 8-10 വർഷം പ്രൊഫഷണലായിട്ട് ടീമിലൊക്കെ പാടിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ ട്യൂഷൻ മേഖലയിലൊക്കെ പോയപ്പോൾ ആ ഒരു മേഖലയിലോട്ട് പോയി. പിന്നെ പലർക്കും അറിയാമായിരിക്കും, PSC പഠിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. ഹാജാസ് PSC എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് സയൻസിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫോളോ ചെയ്യുന്ന എത്ര സബ്സ്ക്രൈബർമാരെ കണ്ടിട്ട് ഞാനൊക്കെ തലറിഞ്ഞു വീഴും. നമുക്കൊക്കെ അതിൻ്റെ ഒരു ശതമാനം ഇല്ല. ഞാനിങ്ങനെ ഇത് സെർച്ച് ചെയ്ത് എനിക്കിത് പഠിക്കണം, സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് പണ്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഫീസായിരുന്നു, പഠിക്കാനൊന്നും പറ്റിയില്ല അന്ന് നമ്മുടെ അടുത്ത് അത്രയും കാശൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ യൂട്യൂബ് കണ്ടപ്പോഴാണ് വീണ്ടും അങ്ങനെ ഒരു ആഗ്രഹം പൊട്ടി മുളച്ചത്. ഉടൻ തന്നെ ആ നമ്പർ കണ്ടതും എന്തോ ഒരു നിമിത്തം പോലെ യൂട്യൂബിൽ അങ്ങനെ കണ്ടു. ഉടൻ നമ്പർ കണ്ടു. ഞാൻ ഉടൻ തന്നെ സാറിനെ വിളിച്ചു. സാറ് ഒരു 10 ഇരട്ടി എന്നാണ് പെട്ടെന്ന് തന്നെ പഠിപ്പിക്കാൻ വില്ലിങ് ആയി. അപ്പോൾ അങ്ങനെ ഒരു ഒത്തൊരു സാഹചര്യം വന്നപ്പം വീണ്ടും പാട്ടൊക്കെ വന്ന് തേച്ച് മിനുക്കണം എന്നൊക്കെ തോന്നി. അങ്ങനെയാണ് സാറിൻ്റെ അടുത്ത് വന്നത്. എന്തായാലും നമ്മുടെ വീട്ടിൽ വന്ന് ഓഫ്ലൈനിൽ ക്ലാസ് ഒരു 2 ദിവസം അറ്റൻഡ് ചെയ്തു. 2 ദിവസം പിന്നെ 1-2 ദിവസം ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇപ്പം നമ്മൾ റൂമിലൊന്ന് സെറ്റപ്പ് ചെയ്യാം. പുള്ളി കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്താണ് വാങ്ങിച്ചത്. ഒരു മിനിമം സെറ്റപ്പ്, ഒരു ബെറിഞ്ചറിൻ്റെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയത് അദ്ദേഹം വാങ്ങിച്ചതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രിസോണ സെറീസിൻ്റെ ഒരു സ്റ്റുഡിയോ മോണിറ്റർ ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന അതേ ഒരു മോഡലാണ്. പിന്നെ മൈക്ക് ബെറിഞ്ചറിൻ്റെ ഒരു മൈക്കാണ്. ബെറിഞ്ചർ C1 എന്ന് പറയുന്ന മൈക്കാണ്. പിന്നെ സിസ്റ്റം അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള സിസ്റ്റമാണ് അദ്ദേഹം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. കാര്യം ഭാവിയിലോട്ട് എന്തായാലും ആൾ സൗണ്ട് മേഖലയിൽ ഒരു കലക്കും. അപ്പോൾ നമുക്ക് സെറ്റിങ് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം. സെറ്റിങ് ഞാനിപ്പോൾ ചെയ്യാൻ പോവാണ്. 1-2 സോഫ്റ്റ്വെയർസിൻ്റെ ഒരു ഹെൽപ്പും കൂടെ വേണം. കാര്യം നമ്മളിപ്പോൾ ബെറിഞ്ചർ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ബെറിഞ്ചർ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ, അതിൻ്റെ സോഫ്റ്റ്വെയർ ഇട്ടിട്ട് ആഡ് ചെയ്യണം. കാര്യം വിൻഡോസ് ആണ്, മാക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എടുത്തിന്. നമുക്കിനി വർക്ക് കഴിഞ്ഞിട്ട് നോക്കാം. ഒരു പാട്ടും പഠിച്ച് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ പോകുള്ളൂ. സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യണം. സെറ്റിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഒരു പാട്ടും പാടി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മളൊരു അടിപൊളി മാപ്പിളപ്പാട്ടാണ് ഹാജാജി പാടിയത്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്തെങ്ങനെയുണ്ടെന്ന് പ്ലേ ചെയ്ത്. പുലിച്ചാടി കേട്ടാ. അപ്പോൾ സംഭവം അടിപൊളിയായി. സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ റെക്കോർഡിങ് കഴിഞ്ഞ് അത്യാവശ്യം EQ ഒക്കെ ചെയ്ത് കംപ്രഷൻ അപ്ലൈ ചെയ്ത് മാക്സിമൈസ് ചെയ്ത് റിവർബും ഡിലേ ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെറിയൊരു ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കടന്നു പോയത്. ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.